നടരാജ് പരശുരാം ചേരുന്നുണ്ട്. നടരാജ്, കുടുംബം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരുടെ ആവശ്യം എന്തൊക്കെയാണ്? ഈ ജനകീയ മനുഷ്യാവകാശ കമ്മിറ്റികൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? സംഘടനകളുടെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, നിലവിൽ മൃതദേഹം ഏറ്റെടുക്കാനാവില്ല എന്നാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇക്കാര്യം സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളെ കുടുംബം അറിയിച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. അതുപോലെ തന്നെ ഇതൊരു ആൾക്കൂട്ട മർദ്ദന കേസാണ്, മോബ് ലിഞ്ചിങ് ആണ്. ഇതിന് ശക്തമായ വകുപ്പുകൾ എഫ്ഐആറിൽ ചുമത്തണം. കുറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടി ഉണ്ടാകണം. ഇക്കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രമേ മൃതദേഹം ഏറ്റെടുക്കാൻ കഴിയൂ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ മൃതദേഹം സന്ദർശിച്ചതിന് ശേഷം കുടുംബം അറിയിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ ശക്തമായ വകുപ്പുകളല്ല ഉള്ളത്. മോബ് ലിഞ്ചിങ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കണം. പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് വരണം. മറ്റ് ശക്തമായ നടപടികൾ സ്വീകരിച്ച് കൂടുതൽ അറസ്റ്റും മറ്റും ഉണ്ടാകണം. അക്കാര്യമെല്ലാം ഉറപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ നിന്നും മൃതദേഹം ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോയാൽ ഇതൊക്കെ തന്നെ നടക്കുമോ, സാധ്യമാവുമോ എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നും മൃതദേഹം ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല. ഇവരുടെ ഈ ആവശ്യം സർക്കാരോ കളക്ടറോ പാലക്കാട് കളക്ടറോ അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയൂ എന്നാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് രാംനാരായണന്റെ ഭാര്യ ഇവിടെ എത്തിയത്. ഭാര്യയും കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരകത്ത് ചെന്ന് മൃതദേഹം കണ്ട് ഇപ്പോൾ പുറത്തു വരികയാണ് ചെയ്തത്. അതിനുശേഷമാണ് അവർക്ക് വേണ്ടി അവരുടെ ബന്ധുവായ ശശികാന്ത് മാധ്യമങ്ങളെ കണ്ടത്. അവർ പറയുന്നത് പ്രകാരം ഇപ്പോൾ മൃതദേഹം ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം കേസ് വളരെ കാടത്ത് നിറഞ്ഞൊരു സംഭവമാണ് ഇത് നടന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ നീതി തങ്ങൾക്ക് ലഭ്യമാവണം. ഇത് ലഭ്യമാകണമെങ്കിൽ ഇവിടെ നിന്നും മൃതദേഹം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വിഷയം സംസ്ഥാന സർക്കാരോ പോലീസോ അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മൃതദേഹം ഏറ്റുവാങ്ങണമെങ്കിൽ തങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. ഈ ഡിമാൻഡിൽ പെടുന്നത് 2 കുട്ടികളുള്ള നിർധന കുടുംബമാണ്. 25 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരമായി ലഭിക്കണം. കേസ് ശക്തിപ്പെടുത്തണം. മോബ് ലിഞ്ചിങ്ങിന്റെ വകുപ്പുകൾ ഇതിൽ വരണം. ഇത്തരം കാര്യങ്ങളിൽ അനുകൂല സമീപനം സർക്കാരിൽ നിന്നുണ്ടായാൽ മാത്രമേ, അതായത് കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും സർക്കാർ നടത്തുന്നുണ്ട് എന്ന് ബോധ്യമായാൽ മാത്രമേ ഇക്കാര്യത്തിൽ മൃതദേഹം ഏറ്റെടുക്കാൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത്. അതുവരെ കേരളത്തിൽ തുടരുമെന്നും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നുമാണ് അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജിലെത്തിയ അവരുടെ കുടുംബം പറഞ്ഞത്. കുടുംബത്തിന് വേണ്ടി ശശികാന്ത് എന്ന ബന്ധുവാണ് സംസാരിച്ചത്. എന്തായാലും നിലപാട് കുടുംബം ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയും ഈ വിഷയത്തിൽ പല വിധത്തിലുള്ള അനീതി തങ്ങൾ നേരിട്ടിരുന്നു എന്നാണ് കുടുംബം നേരത്തെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള അനീതി അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ വന്ന പോലെ, അതായത് മൃതദേഹം നടരാജിലേക്ക് വരാം. എന്തായാലും മൃതദേഹം ഏറ്റെടുക്കില്ലെന്നാണ് കുടുംബം പറയുന്നത്. അവർക്ക് 25 ലക്ഷം നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് അത്രയും പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബവും കൂടിയാണ്. അവരിവിടെ എത്തി ആ ആവശ്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ആൾക്കൂട്ട കൊലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 5 പേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 15ഓളം ആളുകൾ, അതും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അത്രയധികം ആളുകൾ ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് കുടുംബത്തിന്റെയും ആവശ്യം ഉയർന്നു വരുന്നത്. നടരാജ് വീണ്ടും ചേരുന്നുണ്ട്. നടരാജ്, ഈ അന്വേഷണത്തിൽ തൃപ്തരാണോ? അതുമായി ബന്ധപ്പെട്ട് ഇപ്പം കുടുംബം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആക്ഷൻ കമ്മിറ്റി വഴിയായിരിക്കും പ്രതികരണം നടത്തുന്നത്. അവരെന്താണ് പറയുന്നത്? അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ? ഒപ്പം തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? നടരാജ്, കേൾക്കാമോ? ഇവിടെയുള്ളവർ തന്നെ ചോദ്യം കേട്ടില്ല. യെസ്, ആക്ഷൻ കമ്മിറ്റി നേരത്തെ ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരുന്നു എന്ന് പ്രതികരിച്ചിരുന്നു. അപ്പോൾ കുടുംബത്തിന് സ്വാഭാവികമായിട്ടും ഭാഷാ പ്രശ്നമൊക്കെ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി ആയിരിക്കും ഇതിൽ പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പം കൂടുതൽ ആളുകളുണ്ട്, അതും സ്ത്രീകൾ ഉൾപ്പെടെ 10-15ഓളം ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല, കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നില്ല? അത്തരത്തിലൊരു ആരോപണമുണ്ടോ? ആക്ഷൻ കമ്മിറ്റിയിലെ ചിലർ ഇവിടെയുണ്ട്. അവരുടെ പ്രതികരണത്തിലാണ് ഈ സംഭവത്തിൽ
കൂടുതൽ ആളുകൾ ഇനിയും ഉൾപ്പെട്ടിട്ടുണ്ട്, അവരുടെ ഇനിയും പോലീസിന്റെ ഇതിലോട്ട് വന്നിട്ടില്ല എന്നുള്ള ആരോപണമൊക്കെ ഉണ്ട്. തീർച്ചയായും അക്കാര്യത്തിൽ എന്താണ് ഇനി ഒരു ഇതിനകത്ത് മോബ് ലിഞ്ചിങ് വകുപ്പ് അഥവാ തഹ്സീൻ പൂനെവാല ഗൈഡ് ലൈൻസ് ഉണ്ട് 2018 അത് കൃത്യമായിട്ട് ഇതിനകത്ത് പാലിക്കണം. അവർക്ക് ഈ കുടുംബം അറിയാലോ, ഏറ്റവും പാവപ്പെട്ട കുടുംബമാണ്. അവർക്ക് അടിയന്തരമായിട്ട് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. അതേപോലെ തന്നെ മോബ് ലിഞ്ചിങ് വകുപ്പ് ഇതുവരെ ചാർത്തിയിട്ടില്ല. 103/2 ആ വകുപ്പ് ഇതിനകത്ത് കൊണ്ടുവന്നില്ല. ഇത് സാധാരണ കൊലപാതകം പോലെയാണ്. ഇത് കൃത്യമായിട്ട് മോബ് ലിഞ്ചിങ് വകുപ്പ് തന്നെ ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. സ്ത്രീകളൊക്കെ ഈ ഇതിൽ പങ്കെടുത്തിരുന്ന ഒരു നിഗമനം പോലീസിലുണ്ട്. ഇത് പറഞ്ഞാൽ ഇതൊരു മനോഭാവത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഗൈഡ് ലൈൻ തന്നെ എടുത്തത്. 2018 തഹ്സീൻ പൂനെവാല ഗൈഡ് ലൈൻസിൽ അതെല്ലാം കൃത്യമായിട്ട് ഹേറ്റ് ക്രൈം പറയുന്നുണ്ട്. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് സുപ്രീം കോടതി ആ ഗൈഡ് ലൈനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഗവൺമെന്റ് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യണം. SIT രൂപീകരിക്കണം, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണം. അതേപോലെ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഡെയിലി അതിന്റെ അതിന്റെ വിചാരണകൾ നടക്കണം. ഒരുപാട് പ്രതികൾ, അതുകൊണ്ടാണ് ആ വിധി, അത് വിധിയിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്.